രേണുസുതി മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിയോ? നിലവിൽ ഗെയിം കളിക്കുന്ന ആ 6 പേർ ആരൊക്കെ? എല്ലാം നമുക്ക് നോക്കാം. എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. രേണുസുതി ബിഗ് ബോസിൽ കയറിയപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം പുറത്തുള്ള നെഗറ്റീവ്, നല്ല നെഗറ്റീവായിരുന്നു രേണുവിന്. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസിൽ കയറിയപ്പോൾ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി കണ്ടസ്റ്റൻ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ രേണുസുതി അവിടെ ഒട്ടും കംഫർട്ടല്ല. ശാരീരികമായും മാനസികമായും ഒരുപാട് വിഷമം അനുഭവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മിക്കവാറും മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ടാവാൻ സാധ്യതയുണ്ട്. രേണു ബിഗ് ബോസിൽ പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അവസരം വേറൊരാൾക്ക് കിട്ടുമായിരുന്നു. ആ അവസരമാണ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസ് ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലോട്ട് കടന്നു. നന്നായി ഗെയിം കളിക്കുന്ന 6 പേരെ മാത്രമേ എനിക്കവിടെ കാണാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ആക്റ്റീവാണ് എന്ന് കാണിക്കാനായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ടാണ് എനിക്ക് നിലവിൽ തോന്നിയത്. എൻ്റെ കാഴ്ചപ്പാടിൽ നന്നായി ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയ 6 പേരിൽ ഒന്നാമത് നമ്മുടെ ഷാനവാസുക്കയാണ്. ഷാനവാസുക്ക നന്നായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ. പക്ഷേ കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് കൂടി ഒപ്പിച്ചെടുത്താൽ നന്നായിട്ട് മുന്നേറി വരാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മുടെ അക്ബർ ഖാനും ശരത്തുമാണ്. രണ്ടുപേരും ഗ്രൂപ്പിസമാണെങ്കിലും നന്നായിട്ട് ഗെയിം അറിഞ്ഞ് കളിക്കുന്നവരാണ് അവർ രണ്ടുപേരും. അടുത്തത് നമ്മുടെ നിവിനാണ്. നിവിൻ ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞു നിൽക്കുന്നു. എൻ്റർടൈനർ ആണെങ്കിലും മൂപ്പർക്ക് ഗെയിം നന്നായിട്ടറിയാം. നന്നായി മുന്നേറി വരാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മുടെ കോമണർ അനീഷാണ്. വെറുപ്പിക്കൽ ഗെയിമാണെങ്കിലും നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യനാണ്. മൂപ്പര് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും സ്ക്രീൻ പേസ് കുറവാണ്. ഇത്രയും പേരാണ് എനിക്ക് നന്നായിട്ട് ഗെയിം കളിക്കുന്നതായി തോന്നിയത്.